What a great time of praise and worship. ദൈവം മുൻപാകെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാനും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും നമുക്കെല്ലാവർക്കും ഇടയായത് എത്ര അനുഗ്രഹം, എത്ര സന്തോഷം. പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. ഈ സമയത്ത് നമുക്ക് വചനത്തിലേക്ക്, വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈ നാളുകളിൽ നമ്മൾ വളരെ സന്തോഷത്തിൻ്റെ ഒരു സമയമാണ്, ആഘോഷത്തിൻ്റെ ഒരു സമയമാണ് അല്ലേ? ദൂരെയായിരിക്കുന്നവരൊക്കെ വീടെത്താൻ നോക്കുന്ന സമയമാണ്. ഫാമിലീസ് എല്ലാം ഒരുമിച്ചായിരിക്കുന്ന സമയമാണ്. ഞാനിവിടെ നോക്കുമ്പോൾ പലരും ദൂരത്തായിരുന്നവരൊക്കെ എത്തിയിരിക്കുന്നു ഫാമിലീസായിട്ട്. ദിസ് എ ടൈം ഓഫ് സെലിബ്രേഷൻ അല്ലേ? നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ആഘോഷത്തിൻ്റെ സമയമാണ്. എവ്രി വൺ വി ആർ സെലിബ്രേറ്റിംഗ് സംതിങ് അറ്റ് ദിസ് ടൈം. എന്നാൽ ഈ സമയത്ത് ഞാൻ ചില ചിന്തകൾ നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. വാട്ട് ഈസ് സെലിബ്രേഷൻ ആക്ച്വലി? നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശ്വാസികളായ ദൈവമക്കളൊക്കെയും പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകുന്നു. എന്നാൽ അതിൻ്റെ യഥാർത്ഥമായിട്ട് എന്താണ് അതിൽ കൂടി നാം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. വി ആർ സെലിബ്രേറ്റിംഗ് സംതിങ് അറ്റ് ദിസ് ടൈം. ഓക്കെ, ഐ എം കമ്മിങ് ടു ദാറ്റ്. അതിനു മുമ്പ് ഞാൻ ആദ്യമേ ചോദിക്കട്ടെ, വെൻ ഡു വി സെലിബ്രേറ്റ്? വി ആർ സെലിബ്രേറ്റിംഗ് ക്രിസ്മസ് അല്ലേ ഈ സമയത്ത്. വെൻ ഡു വി സെലിബ്രേറ്റ് ആക്ച്വലി? സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെൻ സംതിങ് ഗ്രേറ്റ് ഹാസ് ഹാപ്പൻഡ്, ഇല്ലയോ? ദാഹിച്ച് വരണ്ട് മരുഭൂമിയിൽ കൂടി നടക്കുന്ന, ഇപ്പം ഞാൻ ചാകും, ഇപ്പം എൻ്റെ ജീവൻ തീരുമെന്ന് വിചാരിച്ച് ഒരു പടി മുൻപോട്ട് വെക്കാൻ വയ്യാത്ത ഒരു വ്യക്തിക്ക് സഡനായിട്ട് വെള്ളം കാണുമ്പോൾ അവൻ തുള്ളിച്ചാടുകയാണ്. എനിക്ക് ജീവൻ്റെ ജലം കിട്ടിയിരിക്കുന്നു. ആ ഒരു തുള്ളി വെള്ളം അവൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ അവൻ ജീവൻ പ്രാപിക്കുകയാണ് അല്ലേ? വി സെലിബ്രേറ്റ്, നമ്മൾ ആഘോഷിക്കും. അതുപോലെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി, അത് കണ്ടു കിട്ടുമ്പോൾ വളരെ സന്തോഷിക്കും, വളരെ ആഘോഷിക്കും. വിശന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് കയ്യിലൊന്നുമില്ലാതെ നടക്കുന്ന ഒരു വ്യക്തി അനേക ദിവസങ്ങളായി കഴിച്ചിട്ട് അവൻ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു 10 രൂപ അല്ലെ 10 ദിറം നിലത്ത് കിടന്ന് കിട്ടിയാൽ അവൻ ആഘോഷിക്കും. സോ സെലിബ്രേഷൻ എന്ന് പറയുന്നത് മനസ്സിലാക്കുക, സെലിബ്രേഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ട്രഡീഷൻ. ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആചാരമാണ്. സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഘോഷമാണ്. ആചാരവും ആഘോഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. വി ആർ സെലിബ്രേറ്റിംഗ്. വാട്ട് ആർ വി സെലിബ്രേറ്റിംഗ്? ദ ബർത്ത് ഓഫ് എ സേവിയർ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ, ക്രിസ്ത്യാനികൾ തീർച്ചയായിട്ടും ആഘോഷിക്കണം. എന്തുകൊണ്ടാണ്? ഞാനിപ്പം പറഞ്ഞതുപോലെ ആത്മീയമായിട്ട് ദാരിദ്ര്യത്തിലായിരുന്ന നമ്മൾ, നാശത്തിലേക്ക് പോകുന്ന നമ്മൾക്ക് ഒരു രക്ഷകനെ ലഭിച്ചിരിക്കുകയാണ്. നമ്മൾക്കായിട്ടൊരു രക്ഷകൻ ജനിച്ചിരിക്കുകയാണ്. സോ ആദ്യമേ ലെറ്റ് us ബി വെരി ക്ലിയർ, നമ്മൾ ആചരിക്കുകയല്ല, ആഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. ആഘോഷിക്കണം തീർച്ചയായിട്ടും. യഥാർത്ഥമായിട്ട് പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നവനെ ആ ആഘോഷത്തിൻ്റെ വില മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം അറിയത്തുള്ളൂ. കാരണം ഞാൻ കടന്നുപോയ എൻ്റെ അവസ്ഥ എന്താണ്, അതിലെനിക്ക് എന്താണ് ലഭിച്ചിരിക്കുന്നത്. അല്ലാതെ നമ്മൾ അത് മനസ്സിലാക്കി അങ്ങനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ എല്ലാ വർഷവും ഇതൊരു ആചാരം മാത്രമായി തീരും. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us ബി ക്ലിയർ, വി ആർ സെലിബ്രേറ്റിംഗ്. ഹല്ലേലൂയ. നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മളൊരു ആചാരം കൊണ്ടാടുകയല്ല, അല്ലെങ്കിൽ ആചാരത്തെ വീണ്ടും എല്ലാ വർഷവും ചെയ്യുകയല്ല. ഒരു ആചാരം നമ്മൾ ഓരോ വർഷവും ചെയ്തു പോകുന്ന പോലെ ചെയ്യുകയല്ല. അതുകൊണ്ട് ആദ്യമേ ലെറ്റ് us ബി ക്ലിയർ, നമ്മൾ ആഘോഷിക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് ആദ്യമേ ആഘോഷിക്കുകയാണ്. അടുത്ത ചോദ്യം, എന്താണ് നമ്മൾ ആഘോഷിക്കുന്നത്? നമ്മൾ ആഘോഷിക്കുന്നത് ക്രിസ്മസ് ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ക്രൈസ്റ്റ് അല്ലേ? ക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിച്ചു. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, എല്ലാ ദിവസവും ഈ ലോകത്തിലേക്ക് വല്ലരും ജനിക്കുന്നുണ്ടല്ലോ, അതെല്ലാം നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരാഘോഷിക്കുമായിരിക്കും, പക്ഷേ ക്രിസ്തു ജനിച്ചുകൊണ്ട് നമ്മൾ എന്തിനാ ആഘോഷിക്കുന്നത്? വൈ ഷുഡ് വി സെലിബ്രേറ്റ് ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആഘോഷിക്കുന്നത് നമുക്കൊരു രക്ഷകനെ ആവശ്യമായിരുന്നു. യേശു ക്രിസ്തുവിൽ കൂടി ഈ ലോകത്തിന് രക്ഷകൻ ജനിച്ചിരിക്കുകയാണ്. ദാറ്റ് ഈസ് വൈ വി സെലിബ്രേറ്റ് ക്രിസ്മസ്. ഹല്ലേലൂയ. നമുക്കൊന്നുകൂടി വചനത്തിലേക്ക് പോയി മനസ്സിലാക്കാം.
എന്താണ് യഥാർത്ഥമായിട്ട് ആ ഒരു യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദൈവവചനം നോക്കുമ്പോൾ, ആദം ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ലായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, തന്നോടുകൂടെ സംസർഗത്തിൽ അനുസരണത്തോടെ നടക്കുവാനായിട്ട്, അനുഗ്രഹത്തിൽ നടക്കുവാനായിട്ട് ദൈവം സൃഷ്ടിച്ചു. ഗോഡ് ക്രിയേറ്റഡ് മാൻ for fellowship, to walk in obedience, to walk in faithfulness to him, and to enjoy and receive every blessing of God. അനുസരണത്തിലും വിശ്വസ്തതയിലും സംസർഗത്തിലും ആദമിന് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും പ്രാപിക്കുവാനുള്ള അവസരം ദൈവം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ ആദം അനുസരണക്കേട് കാണിച്ചപ്പോൾ അതിൽ കൂടി വന്ന ഭവിഷ്യത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഫലം വലിയതായിരുന്നു. The consequence of Adam's disobedience was great. It was big. മനസ്സിലാക്കണം, ആ ഒരു പ്രവൃത്തിയിൽ കൂടി വചനം പറയുന്നു, റോമർ 5:12 റോമൻസ് 5:12 പറയുന്നത്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഒരൊറ്റ വ്യക്തിയുടെ പാപത്താൽ ഈ ലോകത്തിലേക്ക് പാപവും ആ പാപത്തിൽ കൂടി ആത്മീയ മരണവും വന്നു. ഇങ്ങനെ എല്ലാവരും, അതായത് നമ്മളെല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. സങ്കീർത്തനം 51:5 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, എൻ്റെ അമ്മയുടെ ഞാൻ ഗർഭം മുതൽ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ ലോകത്തിലേക്ക് ജനിച്ചു വരുന്ന ഓരോ വ്യക്തിയും പാപത്തിലാണ് ജനിച്ചു വരുന്നത്. അപ്പോൾ നമ്മളിൽ എല്ലാവരും ഈ പാപ സ്വഭാവമുണ്ട്. ഈ പാപ സ്വഭാവം എന്ന് പറയുമ്പോൾ അത് നമ്മളിലേക്ക് വന്നിട്ട് ആ സ്വഭാവം നമ്മളെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ, നമ്മളുടെ ചിന്തകൾ, അതിൻ്റെ ഫലങ്ങളെല്ലാം നാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്, മരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. റോമർ 5:19 പറയുന്നത്, ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേക പാപികളായി തീർന്നു എന്നാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ അനുസരണക്കേടിനാൽ അനേകർ, അതായത് ഈ ലോകത്തിലെ മനുഷ്യരാശി മുഴുവൻ പാപികളായി തീർന്നു. 18 പറയുന്നു, അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു. അപ്പം അനുസരണക്കേട്, പാപം, മരണം, ശിക്ഷാവിധി. മനസ്സിലാക്കുക, ഒരു വ്യക്തിയുടെ അനുസരണക്കേട് കാരണം സംഭവിക്കുന്നത്. ഇതെല്ലാം നമ്മളിലേക്ക് വരികയാണ്. ജന്മം മുതലേ നമ്മളെല്ലാം ഇത് പ്രാപിച്ചാണ് ജീവിക്കുന്നത്. ആ അവസ്ഥയിൽ 17 റോമർ 5:17 പറയുന്നു, ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിൽ എല്ലാവരിലും ഈ പാപ സ്വഭാവം, അതിൻ്റെ ഫലം, അതിൽ കൂടി വരുന്ന മരണം നമ്മളിൽ വാഴുകയാണ്. പാപത്തിൽ ജനിച്ച് ഈ ലോകത്തിലേക്ക് വരുന്നവരെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ ബന്ധനങ്ങൾ വരികയാണ്. ഇന്ന് വളർന്നു വന്നിട്ടുള്ള ഓരോ വ്യക്തിയോടും ചോദിച്ചാൽ അവർ പറയും, എല്ലാവർക്കും പറയാനുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ചില സ്വഭാവങ്ങൾ വന്നത്, ചില ബന്ധനങ്ങൾ, ചില സ്വഭാവങ്ങൾ നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നില്ല. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ, യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് പുറത്തു വരുവാനുള്ള ശക്തി ലഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഉണ്ട് അങ്ങനെ സാക്ഷ്യങ്ങൾ പറയാൻ, പല കാര്യങ്ങൾ. അപ്പം മനസ്സിലാക്കണം, ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് വരെ ഒരു വ്യക്തി ഈ ഒരു അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾക്കെല്ലാവർക്കും ഒരു രക്ഷകനെ ആവശ്യമാണ്. വി ആർ ഓൾ ഇൻ നീഡ് ഓഫ് എ സേവിയർ. The entire humanity, everyone born into this world is born in sin, is in bondage of sin, is living on the way to hell, and you are in need of a savior. ഈ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയാലേ യഥാർത്ഥമായിട്ട് ഒരു രക്ഷകൻ ജനിച്ചതിൻ്റെ ആ ഒരു എന്താണ് അതിൽ കൂടെയുള്ള അനുഗ്രഹം എന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആചാരം മാത്രമായിരിക്കും. ഇതിനെ യഥാർത്ഥമായിട്ട് നമുക്ക് ആഘോഷിക്കാൻ കഴിയില്ല. നമ്മൾ ആഘോഷിക്കും, എന്താണ്, ക്രിസ്മസ് ട്രീ വെച്ചു, പടക്കം പൊട്ടിച്ചു, മുകളിലോട്ട് എന്താ പോകുന്ന സാധനം അതൊക്കെ വിട്ടു, കുറച്ച് പൂത്തിരിയൊക്കെ കത്തിച്ചു. ഇതൊന്നും ഒരു കാര്യവുമില്ല. മുകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലോട്ട് വരണം. ഹല്ലേലൂയ. പൊക്കി വിട്ടിട്ടൊന്നും കാര്യമില്ല. മുകളിൽ നിന്ന് ഏറ്റവും താഴ്ന്നിരിക്കുന്നവൻ്റെ ഹൃദയത്തിലോട്ട് വരണം. ദൈവത്തിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ ജനനം, അതാണ് സംഭവിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ആഘോഷിക്കുന്നത്? നമ്മുടെ ആത്മാവിൻ്റെ ദാരിദ്ര്യമായുള്ള അവസ്ഥയിൽ നമുക്കൊരു രക്ഷകൻ ആവശ്യമായിരുന്നു.
Only those who understand the poverty of the soul will understand the birth of the Savior and what it brings into our lives. ആത്മീയമായിട്ട് ദാരിദ്ര്യത്തിലായിരിക്കുന്ന നമ്മൾക്ക് രക്ഷയ്ക്കായിട്ട് ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് വരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിൽ ദൈവമായിരിക്കുന്നു, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ പുത്രൻ ഈ ലോകത്തിലേക്ക് വരികയാണ് മനുഷ്യനായിട്ട്. നമ്മളെ ഓരോരുത്തരെയും, ഈ മനുഷ്യരാശിയെ, പാപിയിലായിരിക്കുന്ന മനുഷ്യനെ, അതിൻ്റെ ബന്ധനത്തിലായിരിക്കുന്ന മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെ ദൈവം മക്കളാക്കി തീർക്കുവാൻ, വീണ്ടും ദൈവത്തിലേക്ക് തിരികെ എത്തിക്കുവാനായിട്ട് ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് ജനിക്കുകയാണ്. ഹല്ലേലൂയ. ദാറ്റ് ഈസ് വാട്ട് ക്രിസ്മസ് ഈസ് ഓൾ അബൌട്ട്. അതുകൊണ്ട് നമ്മൾ ക്രിസ്മസ് ആചരിക്കുകയല്ല, ആഘോഷിക്കുകയാണ്. വി ആർ സെലിബ്രേറ്റിംഗ് ക്രൈസ്റ്റ്. ക്രിസ്മസ് ഈസ് നെവർ കംപ്ലീറ്റ് വിത്തൗട്ട് ക്രൈസ്റ്റ്. അല്ലേ? റിമൂവ് ക്രൈസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് നത്തിങ്. But it's in Christ that everything is. ഹല്ലേലൂയ. അനേക തലമുറകളായിട്ട് ജനം കരയുകയാണ് ദൈവത്തോട്. ദൈവമേ, ഈ പാപത്തിൽ നിന്നൊരു മോചനമില്ലേ? ഇതിൽ നിന്നൊരു രക്ഷയില്ലേ? അങ്ങനെ ദാഹിച്ച് കരയുന്നവർക്കാണ് ദൈവത്തിൽ നിന്ന് യെശയ്യാ പ്രവാചകനിൽ കൂടി ദൈവത്തിൻ്റെ വാക്ക് വരുന്നത്. യെശയ്യാ 9:6-7 വാക്യം ഇങ്ങനെ പറയുന്നു: നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. ഹല്ലേലൂയ. അതുപോലെ യെശയ്യാ പ്രവാചകനിൽ കൂടെ വേറൊരു പ്രവചനവും വന്നു. യെശയ്യാവ് 7:14 വാക്യം എന്താണ് അവിടെ പറയുന്നത്? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ ദാരിദ്ര്യത്തിലിരിക്കുന്ന, പ്രയാസപ്പെട്ട് ദൈവത്തിലേക്ക് നോക്കി, ദൈവമേ ഞങ്ങൾക്ക് രക്ഷ എവിടുന്ന് വരും? ഞാൻ വീണ്ടും പറയട്ടെ, അൺലെസ് യു അണ്ടർസ്റ്റാൻഡ്, യഥാർത്ഥമായിട്ട് നമ്മുടെ ആത്മാവിൻ്റെ ദാരിദ്ര്യത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്നുള്ളത് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. ബ്ലെസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്, ഫോർ theirs is the kingdom of heaven. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. അതുകൊണ്ട് ആരും ഇരുന്ന് ചിന്തിക്കേണ്ടോ അത് എന്നെപ്പറ്റിയല്ല, ഞാൻ നല്ല ആളാണ്. ആരും നല്ലവനല്ല. നമ്മുടെ ഒരു പ്രവൃത്തിയും കൊണ്ടും നമ്മൾ നല്ലവരില്ല. നമുക്ക് വി ഓൾ നീഡ് എ സേവിയർ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും ക്രിസ്മസ് ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ കേക്കും ഇതുമൊക്കെ ആസ്വദിക്കും, പക്ഷേ യേശുവിൻ്റെ ജനനത്തെ യഥാർത്ഥമായിട്ട് നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല, അതിനെ എക്സ്പീരിയൻസ് ചെയ്യത്തില്ല. വാട്ട് ഈസ് ഹാപ്പനിങ് ത്രൂ ദ ബർത്ത് ഓഫ് ജീസസ്? അത് ഓരോ വർഷം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? ഉള്ളിൽ. പുറത്ത് പല കാര്യങ്ങളുണ്ട്, പക്ഷേ ഉള്ളിൽ അത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയേ കഴിയുള്ളൂ. യെശയ്യാ പ്രവാചകനിൽ കൂടി ദൈവം സംസാരിച്ചു. എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ ജനനം സംഭവിക്കുമ്പോൾ ആദ്യമായിട്ട് ദൈവം സംസാരിക്കുന്ന ആരോടാണ്? ഏറ്റവും താഴ്ന്ന്, ആരുമില്ലാതെ ഏറ്റവും ഭാരപ്പെട്ടിരിക്കുന്നവരോടാണ്. ആട്ടിടയന്മാർ. വചനം വായിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ, ഏറ്റവും ദാരിദ്ര്യത്തിൽ, ആർക്കും വേണ്ടാതെ, ഏറ്റവും ഭാരപ്പെട്ട്, ഏറ്റവും താഴ്ന്ന അവസ്ഥയിലിരിക്കുന്ന ആട്ടിടയന്മാർക്കാണ് ആദ്യമേ ദൈവത്തിൽ നിന്ന് ഒരു ഘോഷണം ഉണ്ടാകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ പറയുന്നു, അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഹല്ലേലൂയ. സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. There was a breaking in from heaven to earth, from the supernatural to the natural.
And the angels were bringing a good news. ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഒരു സുവിശേഷം കൊണ്ടുവരികയെന്ന് പറയുകയാണ്, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്താണ് ആ സന്തോഷം? 11-ാം വാക്യം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം തൻ്റെ പ്രവാചകനിൽ കൂടി പറഞ്ഞത് ഇപ്പം ദൂതൻ അത് നടന്നിരിക്കുന്നുവെന്ന് പ്രസ്താവിക്കുകയാണ്. നിങ്ങൾ യെശയ്യാവ് 7:14 നമ്മൾ വായിച്ചത്, ഇപ്പോൾ ദൂതൻ പറയുകയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. എന്താണ്? നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. കന്യയ്ക്ക് ജനിച്ചിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് മനുഷ്യ ജീവിതത്തിലേക്ക് ഒരു പ്രസ്താവന ഉണ്ടാവുകയാണ്. അതവനെ കുറ്റപ്പെടുത്തുകയല്ല, അതവനെ നിരാശപ്പെടുത്തുകയല്ല, അതവനെ ന്യായം വിധിക്കുകയല്ല, അതവന് പ്രത്യാശ കൊടുക്കുന്നൊരു വാർത്തയാണ്. മനസ്സിലാക്കുക, ക്രിസ്തുവിൻ്റെ ജനനം നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു വാർത്തയല്ല. ക്രിസ്തുവിൻ്റെ ജനനം നമ്മൾ നാശത്തിലേക്ക് ഇനിയും അതിനെ കുറച്ചും കൂടെ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു വിഷയമല്ല. ക്രിസ്തുവിൻ്റെ ജനനം നമുക്ക് പ്രത്യാശ ലഭിക്കുന്ന ഒരു കാര്യമാണ്, സുവിശേഷമാണ്. ഇതുവരെ ന്യായവിധിക്ക് അർഹരായിരുന്ന നമ്മൾ ക്രിസ്തു യേശുവിൽ കൂടി ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ പോവുകയാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും നല്ല വാർത്തയല്ലേ, സുവിശേഷമല്ലേ? ഇവിടെ പറയുന്നത് എന്താണ്? ആദ്യമേ ദൂതൻ അവരോട് പറഞ്ഞത് 11-ാം വാക്യം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ ഒരു വാക്യം ഒന്ന് എടുത്തു നോക്കാം നമുക്ക്. എന്താണ് ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ? ഒന്ന്, രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്തിലായിരിക്കുന്ന മനുഷ്യനായിട്ട്, പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയാത്ത മനുഷ്യനായിട്ട്, നമ്മൾക്ക് മനുഷ്യരാശിക്കായിട്ട് ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. The world that is deep in sin, that needs a savior, for them a savior has been born. ആദ്യമേ പറയുന്നത് ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് പറയുന്നത് അവൻ ക്രിസ്തുവാണ്. ക്രിസ്തു ജനിച്ചിരിക്കുന്നു. പറഞ്ഞാട്ടെ, രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. ഒന്ന്, നമ്മൾക്കെല്ലാവർക്കുമായിട്ട് ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. രണ്ടാമതായിട്ട് ക്രിസ്തു ജനിച്ചിരിക്കുന്നു. പറഞ്ഞാട്ടെ, ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ക്രിസ്തു എന്ന് പറയുമ്പോൾ എന്താണ്? ക്രൈസ്റ്റ്, ദ മെസ്സായ, ദ അനോയിൻറ്റഡ് വൺ. ക്രിസ്തു ജനിച്ചിരിക്കുന്നു, അഭിഷിക്തനായവൻ. ക്രൈസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് മെസ്സായ ഓർ ദി അനോയിൻറ്റഡ് വൺ. ക്രിസ്തുവിൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, സ്വർഗത്തിൻ്റെ അഭിഷേകം, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വിടുതൽ ലഭിക്കുവാനുള്ള അഭിഷേകം. ദി അനോയിൻറ്റഡ് വൺ ഹാസ് ബീൻ ബോൺ. സോ ആദ്യമേ ആരാണ് ജനിച്ചിരിക്കുന്നത്? ദ സേവിയർ ഹാസ് ബീൻ ബോൺ, രക്ഷകൻ ജനിച്ചിരിക്കുന്നു. രണ്ടാമത് ക്രിസ്തു ജനിച്ചിരിക്കുന്നു. മൂന്നാമത് ഇവിടെ പറയുന്നത് കർത്താവ് ജനിച്ചിരിക്കുന്നു. പറഞ്ഞാട്ടെ, കർത്താവ്. കർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹി ഈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എല്ലാത്തിനും അധിപനായിട്ട്, എല്ലാത്തിനും രാജാവായിട്ട് ഇരിക്കുന്നവനാണ് കർത്താവ്. ഇവിടെ പറയുന്നത് നിങ്ങൾക്കായിട്ട് ഒരു കർത്താവ് ജനിച്ചിരിക്കുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കും നിങ്ങൾക്ക് രാജാവായിട്ട് തൻ്റെ ആധിപത്യം അനുഭവിക്കുവാൻ നമുക്കും കഴിയുന്ന രീതിയിൽ നമുക്കായിട്ടൊരു രാജാവ് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ രാജാവിൻ്റെ മക്കളാണ് നമ്മളെങ്കിൽ, ആ രാജാവിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ നമ്മൾക്ക് ആ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. സോ ആദ്യമായിട്ട് എനിക്ക് ആരാണ് ജനിച്ചിരിക്കുന്നത്? രക്ഷകൻ. രണ്ടാമതായിട്ട് ക്രിസ്തു ജനിച്ചിരിക്കുന്നു. മൂന്നാമതായിട്ട് കർത്താവ് ജനിച്ചിരിക്കുന്നു. അപ്പം നിങ്ങളെല്ലാം പറയും, പാസ്റ്റർ ഇതൊക്കെ ശരി തന്നെ, പക്ഷെ അതിൽ എനിക്കെന്താ കാര്യം? അതാണ് നാലാമത്തേത്. ഇവിടെ എന്താണ് പറയുന്നത്? ആർക്ക് വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? നിങ്ങൾക്കായി. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ, നിങ്ങൾക്കായി. ഒന്ന് ചുറ്റും നോക്കി പറഞ്ഞാട്ടെ, നിങ്ങൾക്കായി. അതായത് നമ്മൾക്ക് ഓരോരുത്തർക്കുമായിട്ടാണ് ജനിച്ചിരിക്കുന്നത്, വേറെ ആർക്കാണ്ട് വേണ്ടിയല്ല. പറഞ്ഞാട്ടെ, എനിക്കായി. ഹല്ലേലൂയ. ഒന്നുകൂടെ നമുക്ക് ആ വാക്യം വായിക്കാം. 11-ാം വാക്യം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ.
എനിക്കായിട്ട് കർത്താവ് ക്രിസ്തു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഥാർത്ഥമായിട്ട് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവ പൈതലെ, നിൻ്റെ ജീവിതത്തിൽ ഇനി നിനക്കൊന്നും വേണ്ട. ഇതിലെല്ലാം ഉണ്ട്, ഇതിലെല്ലാം ഉണ്ട്. എൻ്റെ രക്ഷകൻ, എൻ്റെ ക്രിസ്തു, എൻ്റെ കർത്താവ് ആണ് യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഇവർക്ക് വന്ന ആ നല്ല സുവിശേഷം. അതവർ മനസ്സിലാക്കി. അവർ പറഞ്ഞ് കേട്ട് അവിടെ ഇരിക്കുക മാത്രമല്ല ചെയ്തത്, അവർ എഴുന്നേറ്റ് പോയി അനുഭവിച്ചു. ഹല്ലേലൂയ. അതാണ് അടുത്തായിട്ട് അവിടെ വായിക്കാൻ പറ്റുന്നത്. അവിടെ പറയുന്നു, ദൂതൻ പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എഴുന്നേറ്റ് പോയി കാണാം. ഹല്ലേലൂയ. അവർ ചെന്ന് കണ്ടു ക്രിസ്തുവിനെ, അവരനുഭവിച്ചു, സന്തോഷത്തോടെ തിരികെ പോയി. ഇന്ന് ചോദ്യം അതാണ്, നമ്മൾ ചെന്ന് അനുഭവിക്കുക. നമ്മളൊന്ന് എഴുന്നേറ്റ്, കർത്താവേ എനിക്ക് കണ്ട്, അതാണ് വചനം പറയുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. കേട്ടങ്ങ് വിടാതൊന്ന് രുചിക്ക്. തേനിലും മധുരമായി. ആരെങ്കിലും തേനിനെ പറ്റി പറയുമ്പം കേൾക്കുന്നതിൻ്റെ ഒരു സുഖമാണ്, പക്ഷേ ഒന്നെടുത്ത് തൊട്ട് നാക്കി വെക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ സുഖം വേറേതാ. കർത്താവിനെ രുചിച്ചറിയണം. സോ ദിസ് ക്രിസ്മസ് experience him, hallelujah, as my savior, as my Christ, as my Lord. അങ്ങനെ നമ്മൾ യഥാർത്ഥമായിട്ട് രുചിച്ചറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നത്, യേശു ക്രിസ്തുവിൽ കൂടി എന്താണ് ഞാൻ പ്രാപിച്ചിരിക്കുന്നത്. ദൂതൻ യേശുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് യോസഫിനും മറിയയ്ക്കും പ്രത്യക്ഷപ്പെടുമ്പോൾ ദൂതൻ യേശുവിനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു. ദൈവദൂതൻ ആദ്യമേ പറഞ്ഞത് വചനം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. യേശുവിനെ പറ്റി പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം വാക്യം 21-ാം വാക്യത്തിൽ പറയുന്നത്, ഇവിടെ ഇങ്ങനെ പറയുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും. യോസഫിന് പ്രത്യക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ് മറിയയെപ്പറ്റി, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം. നമ്മൾ നേരത്തെ കേട്ടല്ലോ, പാപം അതിൻ്റെ ഫലം. നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർക്കായിട്ട് എന്താണ് പറയുന്നത്? അവൻ പാപത്തിൽ നിന്ന് തൻ്റെ ജനത്തെ രക്ഷിക്കും. ഹല്ലേലൂയ. പാപവും അതിൻ്റെ ഫലത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ജനിച്ചതാണ് നമ്മുടെ രക്ഷകനായ യേശു. അതുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ജീസസ്? ഹി വിൽ സേവ് ഹിസ് പീപ്പിൾ ഫ്രം ദെയർ സിൻസ്. ഹല്ലേലൂയ. രണ്ടാമതായിട്ട് പറയുന്നു മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് പേരുള്ള യേശു ജനിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു. അപ്പോൾ രണ്ടാമത്തെ പേരെന്താണ്? ക്രിസ്തു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ക്രൈസ്റ്റ്? ദ മെസ്സായ ഓർ ദ അനോയിൻറ്റഡ് വൺ. ലോകം അനേക നാളായിട്ട് ഒരു രക്ഷകനായിട്ട് കാത്തിരിക്കുകയാണ്. കാരണം സാത്താൻ പാപത്തിൽ കൂടി നമ്മുടെ മുകളിൽ ഒരു ബന്ധനം വയ്ക്കുകയാണ്, ഒരു നുകം വയ്ക്കുകയാണ്. There is a yoke that the devil puts on us that makes us a slave to him. പാപം കാരണം നമ്മൾ സാത്താൻ്റെ അടിമകളായി തീരുകയാണ്. നമ്മുടെ കണ്ടിട്ടുണ്ടല്ലോ ഈ കാളയുടെ ഒക്കെ മുകളിൽ ഇത് വെക്കുന്നത്, ദുഃഖം വെച്ചിട്ട് ഓടിക്കുന്നത്, അത് എവിടെ ഇങ്ങനെ കൊണ്ടുപോയാലും അതിനെ നയിക്കുന്ന വ്യക്തി കൊണ്ടുപോകുന്ന പോലെ പൊക്കോളും. അതുപോലെ സാത്താൻ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ക്രിസ്തു ആകുന്ന അഭിഷിക്തനായ യേശു, അഭിഷേകത്തിൻ്റെ നിറവിൽ ദൈവത്തിൻ്റെ എല്ലാം യേശുവിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ടാണ് യെശയ്യാവ് 10:27 വാക്യം പറയുന്നത്, Isaiah 10:27, on that day the yoke will be taken off from your shoulders and it will be taken off, destroyed because of the anointing. പറയുന്നത് അന്നാൾ അവൻ്റെ ചുമട് നിങ്ങളുടെ തോളിൽ നിന്നും അവൻ്റെ നുകം നിൻ്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകുമെന്നാണ് പറയുന്നത്. The yoke shall be destroyed because of the anointing. ഹല്ലേലൂയ. യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ നമ്മളുടെ ഹൃദയത്തിലേക്ക് നാം പ്രാപിക്കുമ്പോൾ, ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ, എവിടെയൊക്കെ സാത്താൻ എന്നെ ബന്ധനത്തിൽ വെച്ചിരുന്നുവോ അതെല്ലാം നശിച്ചു പോവുകയാണ്. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ അഭിഷേകം എന്നിലേക്ക് വരികയാണ്. സിഗരറ്റിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവർ, ഡ്രിങ്കിങ് ആൽക്കഹോളിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവർ,
ഡ്രഗ്സിൻ്റെ ബന്ധനത്തിലായിരിക്കുന്നവർ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരുന്ന വ്യക്തികൾക്ക് യഥാർത്ഥമായിട്ട് പറയുവാൻ കഴിയും, ഹൗ ദ യോക്ക് ഈസ് ഡിസ്ട്രോയ്ഡ് ബിക്കോസ് ഓഫ് ദി അനോയിൻറ്റിങ്. ആ ബന്ധനങ്ങൾക്ക് പിന്നെ സ്ഥാനമില്ല. നേരത്തെ എന്നെ നിയന്ത്രിച്ച് എന്നെ ബന്ധനത്തിലാക്കി അങ്ങോട്ടും മുമ്പോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ എന്നെ പുറകോട്ട് വലിച്ചുകൊണ്ട് താഴോട്ട് വലിച്ചുകൊണ്ടിരുന്ന അതേ ചങ്ങലകൾ പൊട്ടുകയാണ് ദൈവത്തിൻ്റെ അഭിഷേകം ക്രിസ്തുവിൽ കൂടി എന്നിൽ വരുമ്പോൾ. പിന്നെ ഒരിക്കലും അതിന് എന്നിൽ സ്ഥാനമില്ല. അതെത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അതിന് പിന്നെ നിന്നെ അടിമയാക്കുവാൻ കഴിയുകയില്ല. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഇന്ന് നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ്. റിസീവ് ജീസസ് ട്രൂലി ഇൻ യുവർ ഹാർട്ട് ആൻഡ് എവറി ബോണ്ടേജ് ഓഫ് ദ എനിമി will break apart from your life. It will be destroyed because of the anointing. ആ അനോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ എന്തോ? യേശു ക്രിസ്തുവിൽ കൂടി വരുന്ന ഒരു അഭിഷേകമാണ്. അതിൽ കൂടി വരുന്ന ഒരു ദൈവിക ശക്തിയാണ്, സ്വർഗത്തിൻ്റെ ശക്തിയാണ്, സ്വർഗത്തിൻ്റെ സാന്നിധ്യമാണ്, ദൈവിക സാന്നിധ്യമാണ്. അവിടെ സാത്താൻ്റെ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു വീഴുകയാണ്, നശിക്കപ്പെടുകയാണ്. അത് യഥാർത്ഥമായിട്ട് അങ്ങനെ അനുഭവിക്കുന്നവർക്ക് പറയുവാൻ കഴിയും, ഒരു സാക്ഷ്യമായിട്ട്, എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എന്നെ വിടുവിച്ചു എന്ന് പറയുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെയാവണം നമ്മളുടെ ജീവിതത്തിലും. യേശു ക്രിസ്തു അതാണ് ദേവാലയത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ചുരുളെടുത്തിട്ട് വായിച്ചത്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ യേശു വായിച്ചത് ഇങ്ങനെയാണ്: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ, പറഞ്ഞാട്ടെ, അഭിഷേകം, എന്നെ അഭിഷേകം ചെയ്യുകയാൽ ക്രിസ്തു പറയുകയാണ്, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് യേശു പ്രസ്താവിച്ചു. ഹല്ലേലൂയ. യേശു പറയുന്നത് എന്താണ്? ദ അനോയിൻറ്റിംഗ് ഓഫ് ഗോഡ് ഈസ് അപ്പോൺ മീ. അതാണ് യേശു ക്രിസ്തു. ക്രിസ്തു, ദി അനോയിൻറ്റഡ് വൺ, ക്രൈസ്റ്റ്, ദി അനോയിൻറ്റഡ് വൺ. അപ്പോൾ ജീസസ്, ദ വൺ ഹു സേവ്സ് മീ ഫ്രം മൈ സിൻ, ക്രൈസ്റ്റ് ഹൂസ് അനോയിൻറ്റിംഗ് ബ്രേക്സ് എവറി യോക്ക് ഓഫ് ദി എനിമി ഇൻ മൈ ലൈഫ്. മൂന്നാമതായിട്ട് പറഞ്ഞത്, യേശുവിനെ പറ്റി ദൂതൻ പറഞ്ഞത്, അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 1:22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ, മാത്യു 1:22-23, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ഹല്ലേലൂയ. ഐസയ 7:14, മാത്യു 1:22-23. ദൈവം പ്രവാചകനിൽ കൂടി സംസാരിച്ചു, അതുപോലെ നടന്നു. ഹല്ലേലൂയ. ഇടയന്മാർ കണ്ടു, യോസഫും കണ്ടു. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. അതാണ് അവിടെ പറയുന്നത്. എന്തുവാണ്? ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. പറഞ്ഞാട്ടെ, ദൈവം നമ്മോട് കൂടെ. യഥാർത്ഥമായിട്ട് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ വന്ന് വസിക്കുകയായിരുന്നു. ഗോഡ് ഇൻ ഫ്ലഷ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14 പറയുന്നത്, the word became flesh and the same word was God, അല്ലേ? In the beginning was the word and the word was with God and the word was God. Verse 14 പറയുന്നു, the word became flesh and dwelt among us. We have seen his glory, the glory of the one and only who is from the Father, full of grace and truth. പിതാവിൽ നിന്ന് വന്നു. ദൈവം മനുഷ്യനോട് കൂടെ വസിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് മനസ്സിലാക്കേണ്ടത്. യേശു ക്രിസ്തു ഇമ്മാനുവേൽ എന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് കൂടെ. ഫിലിപ്പിയർ 2:5-8 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. ക്രിസ്തു യേശുവിനെ പറ്റി പറയുവാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. തൻ്റെ ദൈവികത്വത്തെ വിട്ട് മനുഷ്യനായി ജനിച്ച് ഈ ലോകത്തിലേക്ക് വരികയാണ്. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ വി ആർ സെലിബ്രേറ്റിംഗ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ടു മാൻകൈൻഡ്. ദൈവം ക്രിസ്തുവിനെ
നമ്മൾക്ക് ഒരു ഗിഫ്റ്റായിട്ടാണ് തന്നത്, ഒരു ദാനമായിട്ട്, ഒരു അനുഗ്രഹമായിട്ടാണ് തന്നത്. വചനം പറയുന്നത് 2 കൊരിന്ത്യർ 5:21 പറയുന്നത്, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. The gift of God is not just about Jesus being born. It is about Jesus dying as well. ദൈവം തൻ്റെ മകനെ നമ്മൾക്ക് തരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 3:16 എന്താണ് പറയുന്നത്? God so loved the world that he gave his only begotten son, that whoever believes in him should not perish but have everlasting life. He gave. ദൈവം ഒരു ഗിഫ്റ്റ് തരികയാണ് നമ്മൾക്ക്. അതാണ് വചനം പറയുന്നത്. റോമർ 5:16 പറയുന്നത്, ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു എന്നാണ് പറയുന്നത്. സോ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഈസ് നോട്ട് ലൈക്ക് ദ റിസൾട്ട് ഓഫ് വൺ മാൻസ് സിൻ. മനസ്സിലായോ? ഒരു വ്യക്തിയുടെ പാപം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോയെടുത്ത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച കൃപാവരം അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു, നീതീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തു നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരു ദാനമായിട്ട് അല്ലെങ്കിൽ അനുഗ്രഹമായിട്ട് കൃപാവരമായിട്ട് ദൈവം തരുമ്പോൾ നമ്മൾ അതാണ് യേശുക്രിസ്തുവിൽ കൂടി പ്രാപിക്കുന്നത്. ഇമ്മാനുവൽ, ഗോഡ് വിത്ത് അസ്, ദൈവം എന്നോടുകൂടെ. അങ്ങനെ നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങളാണ്. ക്രിസ്തു യേശുവിനെ യഥാർത്ഥമായിട്ട് അറിയുന്ന ഒരു വ്യക്തി പ്രാപിക്കുന്ന, ഹൃദയത്തിൽ പ്രാപിക്കുന്ന, അതായത് ക്രിസ്തു യേശു നിങ്ങളുടെ ഹൃദയത്തിൽ ഈ നിമിഷം ജനിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിൽ കൂടി നമ്മൾക്ക് സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹവും പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫേസ്യർ 1 പറയുന്നത് 7 ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തു യേശുവിൽ കൂടി ദൈവം നമ്മളെ സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുകയാണ്. ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്, ഭയത്തിലായിരിക്കുന്ന വ്യക്തിയോട് ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട. ക്രിസ്തുവാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:1 ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്, ട്രസ്റ്റ് ഇൻ ഗോഡ്, ട്രസ്റ്റ് ഓൾസോ ഇൻ മീ. ഇവിടെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൽ പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ഭയം അകന്നുപോകും. ഭയത്തിന് പിന്നെ അവിടെ സ്ഥാനമില്ല. ഹല്ലേലൂയ. നമ്മൾ പാടത്തില്ലേ, ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. ഭയത്തിന് ഇനി എന്നിൽ സ്ഥാനമില്ല. തീർച്ചയായിട്ടും ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും, ചലഞ്ചസ് വരും, ബട്ട് നോ ഫിയർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിക്കോസ് ക്രൈസ്റ്റ് ടേക്സ് അവേ എവറി ഫിയർ ഫ്രം മൈ ലൈഫ്. ഇമ്മാനുവൽ, ഗോഡ് വിത്ത് അസ്. ദൈവം എന്നോട് കൂടെ യേശു ക്രിസ്തുവിൽ കൂടി ഉണ്ടെങ്കിൽ, ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, ഐ വിൽ ഫിയർ നോ ഈവിൾ, ഫോർ യു ആർ വിത്ത് മീ. ഗോഡ് വിത്ത് മീ, ഇമ്മാനുവൽ. ഹല്ലേലൂയ. ഭയത്തിന് ഇനി എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഇന്ന് ഈ നിമിഷം ദൈവ പൈതലെ തീരുമാനിക്കുക, യേശു ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. ഭയത്തിന് ഇനി എന്നെ സ്ഥാനമില്ല. എന്തിനെ പറ്റിയാണ് നീ ഭയപ്പെടുന്നത്? കർത്താവ് നിന്നോട് ഇന്ന് പറയുകയാണ്, പൈതലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ക്യാൻ യു കം ഓൺ ദ കീബോർഡ്? അടുത്തതായിട്ട് യേശു ക്രിസ്തു പറഞ്ഞു, യോഹന്നാൻ 14:27 ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തരുന്നു. പീസ് ഐ ലീവ് വിത്ത് യു, മൈ പീസ് ഐ ഗീവ് ടു യു, ഐ ഡു നോട്ട് ഗീവ് ആസ് ദ വേൾഡ് ഗീവ്സ്. ഹല്ലേലൂയ. ഇവിടെ യേശു എന്താണ് പറയുന്നത്? സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം, പറഞ്ഞാട്ടെ, എൻ്റെ സമാധാനം. കർത്താവിൻ്റെ സമാധാനം നമുക്ക് തരികയാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് രണ്ടാമതായിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ദൈവത്തിൽ നിന്നുള്ള സമാധാനം. ആ ഒരു സമാധാനം നമ്മളെ ബലപ്പെടുത്തും. ജീവിതത്തിൽ എന്ത് പ്രയാസത്തിൽ കൂടെ കടന്നു പോയാലും ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു സമാധാനമുണ്ട്. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേരെയായിട്ടില്ലായിരിക്കാം. നാളെപ്പറ്റി ചിന്തിക്കുമ്പോൾ പല ചിന്തകൾ വരുന്നുണ്ടായിരിക്കാം. ബട്ട് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ജീസസ് സേസ്, പീസ്, ബി സ്റ്റിൽ. ഹല്ലേലൂയ. He is the only one who can say that. And if Jesus is in your boat, in the midst of every storm, you will hear that voice saying, peace, be still. He will calm every storm in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന
ആ അവസ്ഥ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, തീയുടെ അവസ്ഥ, പൊള്ളുന്ന അവസ്ഥ, എന്നാൽ അതിൻ്റെ മധ്യത്തിലും കർത്താവിൽ കൂടി വരുന്ന ഒരു സമാധാനമുണ്ട്. യു നോ വെൻ യു നോ ഹിം, ഇമ്മാനുവൽ, ഗോഡ് വിത്ത് മീ, കർത്താവ് എന്നോട് കൂടെയുണ്ട്, എനിക്ക് കർത്താവിൽ നിന്നുള്ളൊരു സമാധാനമുണ്ട്. അങ്ങനെയുള്ള വ്യക്തിയെ സാത്താന് കുലുക്കുവാൻ കഴിയുകയില്ല. അനേകർ വന്ന് ചോദിക്കും, എല്ലാം എല്ലാം കൊടുങ്കാറ്റാണ്, അതിൻ്റെ മധ്യത്തിൽ നീ എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കുന്നത്? യു ക്യാൻ സേ, ഐ ഹാവ് ജീസസ് ഇൻ മൈ ഹാർട്ട്. ഹല്ലേലൂയ, എൻ്റെ ഹൃദയത്തിൽ യേശു ഉണ്ട്, ഇമ്മാനുവൽ, ദൈവം എന്നോട് കൂടെയുണ്ട്. അടുത്തതായിട്ട് നമ്മളുടെ എല്ലാ വേദനകളും അവൻ വഹിക്കും. Whatever your pain is in your life, it might be physical pain, it might be a mental pain, it might be a spiritual pain, he will carry it all for you. യെശയ്യാവ് 53:4 അവിടെ പറയുന്നു, നമ്മുടെ വേദനകളെ അവൻ വഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു നമ്മുടെ വേദനകളെ വഹിക്കുന്നു. ദൈവപൈതലേ, നമ്മുടെ ജീവിതത്തിലെ ചില വേദനകൾ ചിലപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരോട് പറയുവാൻ കഴിയത്തില്ല. നമ്മൾക്ക് ആരോടും പറയുവാനോ ആർക്കും മനസ്സിലാക്കുവാനോ കഴിയത്തില്ല ചില വേദനകൾ. എന്നാൽ ആ വേദനയെല്ലാം വഹിക്കുന്നവനാണ് യേശു ക്രിസ്തു. യേശുവിനെ നിൻ്റെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് നീ പ്രാപിക്കുന്നുവെങ്കിൽ നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും എങ്ങനെ കർത്താവ് നിൻ്റെ വേദനകളെ വഹിക്കുമെന്ന്. നിൻ്റെ ജീവിതത്തിൽ നിരാശകൾ ഉണ്ടായിട്ടുണ്ടാവാം, നിൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം, ആരോടും പറയുവാൻ കഴിയത്തില്ല. പക്ഷേ നിൻ്റെ ഹൃദയത്തിൽ അനേക നാളൊരു വേദനയായിട്ട് നിൽക്കുന്നു. Many times you ask, Lord, why did this happen? But you know something? He will carry your pain for you. സംഭവിക്കും ചില കാര്യങ്ങൾ ചിലപ്പോൾ, പക്ഷെ കർത്താവ് നിന്നെ കൈവിടുകയില്ല. ആ വേദന അവൻ നിനക്കായിട്ട് വഹിക്കും. Whatever that pain is in your life today, give it to Jesus and let him carry it for you. അടുത്തതായിട്ട് മത്തായിയുടെ സുവിശേഷം 28:20 You will never feel alone. ജീവിതത്തിൽ ഒരിക്കലും നീ ഏകനാണെന്ന് നിനക്ക് തോന്നുകയില്ല, യേശു നിന്റെ ഹൃദയത്തിൽ യഥാർത്ഥമായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടെ പറയുന്നത് മത്തായി 28:20 യേശു പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും, പറഞ്ഞാട്ടെ, എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ ഏകനാകുന്നത്? എന്നോടുകൂടെ യേശു എല്ലാ കാലവും ഉണ്ടെങ്കിൽ ഐ എം നോട്ട് അലോൺ. ഹല്ലേലൂയ. ഐ എം നെവർ അലോൺ because he is with me in the good times, in the bad times, in every time he is with me. I am never alone. അതുകൊണ്ട് ഒരിക്കലും ചിന്തിക്കരുത് ഞാൻ ഏകനാണെന്ന്. യേശു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, യഥാർത്ഥമായിട്ട് ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ, you are never alone. And finally, he will carry every care of yours. 1 പത്രോസ് 5:7 പറയുന്നു, cast your cares on him for he will care for you. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. അവൻ നിങ്ങളുടെ ഭാരങ്ങൾ വഹിക്കുന്നവനാകിയാൽ, നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുകയും. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ എന്താണ് ആ ചിന്താകുലം? എന്താണ് ആ പ്രയാസം? അവൻ നിന്നേക്കായി കരുതുന്നവനാകിയാൽ, വചനം പറയുന്നത്, എല്ലാ ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുകയും. ഇന്ന് ദൈവവചനത്തിൽ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. നമ്മൾക്ക് ക്രിസ്മസ് ഒരു ആചാരമല്ല, നമ്മൾക്ക് ക്രിസ്മസ് ഒരു ആഘോഷമാണ്. ഹല്ലേലൂയ. For us Christmas is not a tradition, it is a celebration. ഹല്ലേലൂയ. യഥാർത്ഥമായിട്ട് പ്രയാസം അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം, അതിൽ നിന്നൊരു വിടുതൽ കിട്ടുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആഘോഷം. യഥാർത്ഥമായിട്ട് പാപത്തിൻ്റെ ബന്ധനത്തിൻ്റെ അവസ്ഥയെ മനസ്സിലാക്കിയിട്ടുള്ളവൻ അറിയാം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വിടുതൽ എങ്ങനെ നമ്മളെ ആഘോഷിക്കുവാൻ ഇടയാക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഇന്ന് ആഘോഷിക്കുക യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ. അങ്ങനെ ചെയ്യുവാൻ കഴിയണമെങ്കിൽ അത് ആദ്യമേ യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം. Only the redeemed of the Lord can truly celebrate the birth of Jesus. വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വരുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ യഥാർത്ഥമായിട്ട് യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുവാൻ കഴിയത്തുള്ളൂ. To the others it is just a tradition, but to the redeemed of the Lord, Christmas is a celebration. Hallelujah. യഥാർത്ഥമായിട്ട് വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് വന്ന ഓരോ വിശ്വാസിക്കും, ഓരോ ദൈവ പൈതലിനും
ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്. യേശു എൻ്റെ ഹൃദയത്തിൽ ജനിച്ചിരിക്കുന്നു. ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേൽ. യേശു എൻ്റെ പാപത്തിൻ്റെ രക്ഷകൻ, പാപത്തിൽ നിന്നെ രക്ഷിക്കുന്നവൻ. ക്രിസ്തുവിൻ്റെ അഭിഷേകം എന്നെ എല്ലാ ബന്ധനത്തിൽ നിന്നും വിടുവിക്കുന്നു. നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങേക്ക് എത്ര വിലയുള്ളവരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് എത്ര വില നൽകുന്നു, എത്ര പ്രാധാന്യം നൽകുന്നു എന്ന് ഞങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നു. ദൈവമേ, ഞങ്ങളെ ആരെയും അങ്ങ് തഴയുന്നില്ല, ഞങ്ങളെ ആരെയും അങ്ങ് തള്ളിക്കളയുന്നില്ല. എവ്രി വൺ ഓഫ് us are precious to you. അങ്ങ് ഞങ്ങളെ നോക്കുമ്പോൾ കർത്താവേ, you look at us and say, you are important to me. നീ എനിക്ക് പ്രധാനമുള്ള ആളാണ്. You are important to me. Thank you Lord. അങ്ങ് എൻ്റെ ജീവിതത്തിന് ഒരു മൂല്യം കൽപ്പിക്കുന്നതിനായിട്ട് നന്ദി ദൈവമേ. അങ്ങ് എനിക്ക് ഇത്ര വിലമതിക്കുന്നതിനായിട്ട് നന്ദി ദൈവമേ. അതുകൊണ്ട് അങ്ങയുടെ പുത്രനെ അങ്ങ് എനിക്കായിട്ട് അയച്ചു. ഞാൻ നശിച്ചു പോകാതിരിക്കേണ്ടതിന് അങ്ങയുടെ പുത്രൻ ഈ ലോകത്തിലേക്ക് മനുഷ്യപുത്രനായിട്ട് ജനിച്ചു. മനുഷ്യപുത്രനിൽ കൂടി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ പുത്രനും പുത്രിയുമാക്കി തീർത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. Thank you Lord that the Son of God was born into this world as a son of man, that we might become sons and daughters of God. അങ്ങ് ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ദൈവമേ. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ കൂടി, മരണത്തിൽ കൂടി, ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി ഞങ്ങൾ ഓരോരുത്തരും സ്വർഗത്തിൻ്റെ അവകാശികളായി തീർന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നല്ലോ. യേശു ക്രിസ്തു ഞങ്ങളുടെ ഓരോരുത്തരെയും ഹൃദയത്തിൽ ജനിക്കട്ടെ കർത്താവേ. ദൈവമേ, ഞങ്ങൾ അതിനായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവേ, ആട്ടിടയന്മാർ അങ്ങയുടെ വചനം കേട്ട് യേശു ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞതുപോലെ, ചെന്ന് കണ്ട് അനുഭവിച്ചതുപോലെ കർത്താവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ വചനത്തിലേക്ക്, അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് വരുന്നു. ഇന്ന് ഞങ്ങൾ വന്ന് കണ്ട് രുചിച്ചറിഞ്ഞ് എന്നും ആ യേശുവിനെ പ്രാപിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുൻപ് കേട്ടതുപോലെ അല്ല കർത്താവ്, ഈ വർഷം ഒരു പുതിയ രീതിയിൽ ഞങ്ങൾ ഈ വചനത്തെ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശു ഞങ്ങൾക്ക് മതിയായവനാകിയാൽ സ്തോത്രം, ഞങ്ങളുടെ രക്ഷകനാകിയാൽ സ്തോത്രം, ബന്ധനങ്ങളെ അഴിക്കുന്നവനാകിയാൽ സ്തോത്രം, ഞങ്ങളെ വിടുവിക്കുന്നവനാകിയാൽ സ്തോത്രം. എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് യേശു ക്രിസ്തുവിൽ കൂടി ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് തരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ക്രിസ്തു യേശുവിൽ കൂടി പുതുജീവൻ ലഭിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ദൈവമേ. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് നൽകുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ശബ്ദങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി കരയറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ ഇപ്പോൾ ഇരിക്കാം. പ്രൈസ് ഗോഡ്.